മമത ഇറങ്ങിക്കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ മുട്ടുമടക്കില്ല, നിവർന്നു നിൽക്കുമെന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ടാണ് മമത പോരാട്ടത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ BJPയുടെ മുട്ടാപ്പോക്ക് ന്യായത്തിനു മുന്നിലോ തടിതപ്പലിന് മുന്നിലോ പതറില്ല എന്ന് കരുത്തു കാട്ടിയാണ് മമതയുടെ വാക്കുകൾ. ഇതാ മമത തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുകയാണ് ഒരു മുന്നറിയിപ്പ്. BJPക്കെതിരായ വ്യാജ വോട്ടർ ആരോപണങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിൽ തന്നെ അനിശ്ചിതകാല ധർണ നടത്തുമെന്നാണ് മുന്നറിയിപ്പ്. ഇതോടെ BJPക്കൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രതിക്കൂട്ടിലാവുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വ്യാജ വോട്ടർമാരെ BJP വോട്ടർ പട്ടികയിൽ ചേർത്തതായിട്ടാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി യുദ്ധത്തിനിറങ്ങാനുള്ള പ്രധാന കാരണം. തിരുത്തൽ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ അനിശ്ചിതകാല ധർണ നടത്തുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയത്. ജ്ഞാനേഷ് കുമാറിനെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചതിനെതിരെയും മമത ചോദ്യം ചെയ്തു. ഭരണഘടനാ സ്ഥാപനത്തെ സ്വാധീനിക്കാൻ BJP ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുഗ്രഹത്തോടെ BJP വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നത് വളരെ വ്യക്തമാണ് എന്നാണ് അവർ അവകാശപ്പെട്ടത്. 2006 ഭൂമി ഏറ്റെടുക്കൽ വിരുദ്ധ പ്രസ്ഥാനത്തിനിടെ 26 ദിവസത്തെ നിരാഹാര സമരം നടത്താൻ തനിക്ക് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും നമുക്കൊരു പ്രസ്ഥാനം ആരംഭിക്കാമെന്നാണ് മമതയുടെ വാക്കുകൾ. ആവശ്യമെങ്കിൽ വോട്ടർ പട്ടിക ശരിയാക്കാനും വ്യാജ വോട്ടർമാരെ നീക്കം ചെയ്യാനുമുള്ള ആവശ്യത്തിനായി സമ്മർദ്ദം ചെലുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാലത്തേക്ക് ധർണ നടത്താം. ഇതാണ് മമതയുടെ വാക്കുകൾ. ഡൽഹിയിലും മഹാരാഷ്ട്രയിലും ഹരിയാന, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള വോട്ടർമാരെ ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കാൻ BJP സമാനമായ തന്ത്രങ്ങൾ പ്രയോഗിച്ചു എന്നാണ് അവരുടെ ആരോപണം. ഡൽഹിയിലും മഹാരാഷ്ട്രയിലും BJP ഹരിയാനയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും വ്യാജ വോട്ടർമാരെ ചേർത്താണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്നതാണ് മമത ഉറപ്പിച്ചു പറയുന്നത്. സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല എന്ന് BJPക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഹരിയാനയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഈ വ്യാജ വോട്ടർമാരെ കൊണ്ടുവന്ന ബംഗാളിൽ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ പാർട്ടി ശ്രമിക്കും. ഇതാണ് പ്രധാനമായിട്ടുള്ള മമതയുടെ ആരോപണം. ഈ ആരോപണത്തിനെതിരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ധർണ നടത്താൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. പശ്ചിമബംഗാളിലെ വിവിധ ജില്ലകളിലെ വ്യാജ വോട്ടർമാരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ BJP ഉറപ്പാക്കുന്നുണ്ടെന്നും ബാനർജി ആരോപിച്ചു. BJPയുടെ സഹായത്തോടെ വോട്ടർ പട്ടികയിൽ പേരുള്ള വ്യാജ വോട്ടർമാരെ തങ്ങൾ തിരിച്ചറിയുമെന്നും അവർ പറഞ്ഞു. പുറത്തുനിന്നും ഉള്ളവരെ ബംഗാൾ പിടിച്ചെടുക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് ഊരാക്കുടുക്കിലേക്ക് മമത അവരെ എത്തിക്കുന്നത്. ഡൽഹിയിൽ BJP ചെയ്തത് ബംഗാളിൽ ആവർത്തിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിക്കുകയാണ് അവർ. ഭരണകക്ഷിയായ TMCയും പ്രതിപക്ഷമായ BJPയും കടുത്ത തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഒരുങ്ങുന്നതിനിടെ സംസ്ഥാനത്ത് രാഷ്ട്രീയ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അവരുടെ പരാമർശങ്ങൾ ശ്രദ്ധ നേടുന്നത്. ഇതോടെ ഒരു കാര്യം ഉറപ്പിച്ചു, അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ അധികാരം പിടിക്കാമെന്ന് പറഞ്ഞു നടക്കുന്ന BJPയുടെ കഥ കഴിക്കാനവിടെ കച്ചമുറുക്കിക്കൊണ്ട് മമതയുണ്ടെന്ന പതിവ് തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി നടത്തിയെടുക്കാൻ നോക്കിയാൽ അവിടെ ഒരു കലാപം തന്നെ ഇനി നടക്കാൻ സാധ്യതയുണ്ട്.